രാഗവിസ്മയങ്ങൾ പാടി വിരിഞ്ഞ പാട്ടിന്റെ ഒരു ഉഗ്രൻ വേദി, സ്നേഹ നൈർമല്യത്തിന്റെ കുഞ്ഞു ചിരികളുമായി ലോക മലയാളത്തിന്റെ മനസ്സ് കവർന്ന കുഞ്ഞു പാട്ടുകാരുടെ സ്നേഹവേദിയിലേക്ക്, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. ടോപ്പ് സിംഗർ വേദിയിലേക്ക് ഒരു സൂപ്പർ സോങ്ങുമായിട്ട് നമ്മുടെ മണ്ണാർക്കാടിലെ മിടുക്കൻ പാട്ടുകാരൻ യാസീൻ കുട്ടരത്താണ്. വെൽക്കം യാസീൻ ഓൺ സ്റ്റേജ്. വലിയ മാലയൊക്കെ ഇത് എവിടുന്നാടാ ഇത്? പുതിയ മക്കളെ ഈ വേഷം കൊള്ളാടാ. താങ്ക് യു സർ. പക്ഷേ മൈനർ ചെയിനും കൊള്ളാം. പാതി തൊട്ട് നിക്കറ് വരെ ഒരേ കളറായി പോയി. എവിടുന്നായിരിക്കും? ആരോ തന്നതായിരിക്കും. കോസ്റ്റ്യൂം ഒന്നല്ല, സ്വന്തോ നമ്മുടെ ശശിയേട്ടൻ്റെ അടിച്ചു മാറ്റിയതാ. ആണോ? അത് ശരി. ശശിക്ക് ഇത് ആര് തന്നു? ഇപ്പോഴും ഇതൊക്കെ ഉണ്ടല്ലേ? എടാ മക്കളെ, മാല കലക്കി കേട്ടോ. താങ്ക് യു സർ. നന്നായിട്ടുണ്ട്. നല്ല ഗെറ്റപ്പ് ഉണ്ട്. ഈ വാച്ച് എവിടെ നിന്ന് വാങ്ങിച്ചാണ്? ഇത് ഇതിന്റെതാ. അതിന്റെതാ ആണോ? ആ ബെൽറ്റോ വെൽറ്റിന്റെതാ ആണോ? ഉറപ്പാണോ? ആ കളസർ ആര് എന്നാണ്? മണികണ്ഠൻ. മണികണ്ഠൻ കളസറൊക്കെ എന്റെതാ, ഇതൊക്കെ എന്റെതാ. പക്ഷെ ഇത് മാത്രം ഞാൻ അടിച്ചു മാറ്റിയതാ. മാറ്റാൻ കാരണം ഇവനൊരു സൂത്രധാരണ കേട്ടോ. അതെ അതെ അതെ. മക്കളെ നന്നായിട്ടുണ്ട് കാണാൻ. താങ്ക് യു സർ. മക്കളെ ഏതാ പാടുന്നേ? രാവിലെ ആരോ പെണ്ണിലാവിൻ ജാലകങ്ങൾ. മക്കളെ ഇനി നന്നായിട്ട് പാടുവോ? ഓക്കെ സർ. താങ്ക് യു. നമുക്ക് പാടിയാലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓൾ ദി താങ്ക് ബെസ്റ്റ് യു മക്കളെ. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. യാസിൻ കുട്ടാ, സർ. എനിക്ക് ഇഷ്ടപ്പെട്ടു മോനെ. താങ്ക് യു സർ. മോനെ എന്താണ് ഈ ഒരു അവസരത്തിൽ മോൻ്റെ ഒരു പോസിറ്റീവ് വൈബ്, അത് നല്ലൊരു കാര്യമാണ്. താങ്ക് യു സർ. കാരണം മോൻ്റെ ശബ്ദം മാറുന്നു. ചില മേളിലൊക്കെ പാടാൻ പ്രയാസമാണ്, വിരിയുന്നത് മാവാം, അവിടെയൊക്കെ എത്തുന്നില്ല, സ്പ്ലാഷ് ചെയ്ത് പോകുന്നു, ഇത്തിരി ക്രാക്ക് വരുന്നു. എന്നാലും നീ വിട്ടുകൊടുക്കില്ല അല്ലേ? അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള ഒരൊറ്റ രീതിയിലാണ് പോകുന്നത്. കൊള്ളാം, നന്നായിരുന്നു. പിന്നെ മാനത്തിൻ മടിയിൽ ഞാൻ ഏതോ മുകിലായി. അവിടെ എന്തോ ഒരു നിനക്ക് അറിയാമല്ലോ. ഞാൻ വെറുതെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പറയുക അല്ലേ വേണുട്ടി? ചുമ്മാ പറയണ്ട, നീ എന്നെ അങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ സായുജ്യം ടോപ്പ് ആണോ? പിന്നെ എന്താണ് നീ എന്ത് ചെയ്യും, അത് നന്നായിരുന്നു കേട്ടോ. നല്ല എക്സ്പ്രഷനാണ്. ആ രണ്ട് സ്ഥലവും, ചരണത്തിൻ്റെ രണ്ട് സ്ഥലവും, 2-3 സ്ഥലങ്ങൾ നല്ല രസമായിട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പൂടൽ തേടും ശലഭം പോലെ അവിടെ നിന്ന് പാടാമോ മോനെ? വികാരമോഹന മയൂരമായി ഞാൻ പീലി നീർത്തിയാടിടും. ആ അടുത്ത് സരി നീസ പൂവുട തേടും ശലഭം. കുഴപ്പമില്ല, പാടിക്കും. പൂവുട തേടും ശലഭം പോലെ, പൂവുട തേടും ശലഭം പോലെ രാഗലഹരിയിൽ നീന്തിടാ. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ ഒരു ഇത് വന്ന് ഹൃദന്ത. ബാക്കി കൂടെ പാടിക്കോ? ഹൃദന്ത തന്ത്രികൾ ഉണർന്നു പാടും വിലോല സംഗീതം. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ സ്വരങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് രവീന്ദ്രൻ മാഷ ഒരു ഗതി, അങ്ങനെയാണ് ഒരു ട്യൂൺ ചെയ്യുമ്പോൾ പോകുന്നത്. നന്നായിരുന്നു മോനെ. പല്ലവിയില് തുറന്നിട്ടതാവാന്നുള്ള എൻഡിങ് അതങ്ങോട്ട് മോനങ്ങോട്ട് കിട്ടിയില്ല, കയ്യിലോട്ട് കിട്ടിയില്ല. സാരമില്ല, ശക്തിയോടെ മുന്നോട്ട് പോകും അല്ലേ? എന്ത് പറയുന്നു? ഞാൻ വിചാരിച്ച ഒരു രസത്തിന് മീനാക്ഷി ചേച്ചിനോട് പറഞ്ഞതാണ്. മീനൂട്ടി അടുത്ത് രസത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കിട്ടും. അതുകൊണ്ട് രസമാണ്. കടവുളേ കാത്തിടണേ. എന്തായാലും മോനെ ധൈര്യമായിട്ട് മുമ്പോട്ട് വെക്കും കേട്ടോ. കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് മക്കളെ. നല്ല പാട്ട് മോൻ നന്നായിട്ട് തന്നെ പാടി മോനെ. ഇത് നമുക്കിപ്പോൾ ശബ്ദം മാറുന്നത് അത് നമ്മൾ പറയണ്ട, അത് വിട്ടേക്കാം. മുകളിൽ അത് എല്ലാവർക്കും വരും, അതുകൊണ്ട് അത് പറയുന്നില്ല. മക്കളെ പിന്നെ ചേരായിക്ക് ഇപ്പോൾ തുണ്ട് പല്ലവി, ഫസ്റ്റ് പല്ലവിയുടെ തുണ്ട് എൻഡ് പാടി നിർത്തുമ്പോൾ അതൊരു ചേരായിക്ക് ഉണ്ടായിരുന്നു. അതെ അതെ മക്കൾക്ക് അതൊക്കെ ഈ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. മുകിലായി ഒക്കെ അത് പറഞ്ഞു. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, ചരണത്തിൽ നീ എന്ത് ചെയ്യും അതുപോലെ താഴിട്ട് പൂട്ടും. അതിമനോഹരം. അതെ നിന്നെ പേടിപ്പിക്കാനടാ ഞാനത് പറഞ്ഞത്. മക്കളെ അസാധ്യമായിരുന്നടാ അത്. ഇങ്ങനെ ആരെങ്കിലും പറയോ മോനെ? അത് താഴിട്ട് പൂട്ടും, പിന്നെ
മറ്റേ ഇത് വേഴാമ്പലാകും അസലായിട്ട് പാടിയടാ. മക്കളെ ചക്കരെ മുത്തേ പഞ്ചാരെ അത്രേ ഉള്ളു മക്കളെ. മക്കളെ ചക്കരെ അത് ശബ്ദം മാറിട്ട് മാറൂടാ, അതൊരു ഇഷ്യൂ അല്ല. മക്കൾ ധൈര്യമായിട്ട് കുതിച്ചു പായൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. അസലായിട്ട് പാടി. താങ്ക് എനിക്ക് യു വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്. ഒരു കാലത്ത് ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ ഗാനമേളയ്ക്കൊക്കെ പാടിയിട്ടുണ്ട് ഈ പാട്ട്. നല്ല രസമുള്ളൊരു സ്റ്റൈൽ, നല്ല പ്രത്യേക സ്റ്റൈലിലല്ലേ ഈ പാട്ട് പോണേ അല്ലേ? അപ്പോൾ ഇന്ന് യാസിൻ കുട്ടൻ്റെ ശത്രുവായിട്ട് നിന്നത് സ്ട്രെയിനാണ്. ഹൈ പിച്ച് പോർഷൻസ് ഒക്കെ ഇത്തിരി സ്ട്രെയിൻ പാടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല്ലവിയുടെ ഇതൾ വിരിയുന്നതാവാം അല്ലേ? പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തിരി സ്ലിപ്പായിട്ടുണ്ട്. എന്തായാലും ശബ്ദം സൂക്ഷിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഞാനും ഇവിടെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ രാഗത്തിൻ ചിറകിൽ ഗാനം തൊട്ട് പ്രേമത്തിൻ താഴിട്ട് പൂട്ടും അതുവരെ സൂപ്പർ ബന്ന് എഴുതിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആദ്യത്തെ ആ ഫസ്റ്റ് 2 ലൈൻസ് അതെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീട് കുറച്ച് എനിക്ക് ശ്രുതി ഫസ്റ്റ് പല്ലവിയിൽ കുറച്ച് ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇത് നമ്മളുടെ നാച്ചുറലായിട്ട് വരുന്നൊരു കാര്യമാണ് വോയിസ് ചേഞ്ചിങ് ടൈം. അതിൽ നമുക്ക് ഇപ്പം നമുക്ക് ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടായില്ല, അതൊരു പ്രോസസ്സാണ്. ഇനി ആ പ്രോസസ്സ് കഴിയുന്നത് വരെ നമുക്കിതുപോലെ പാട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിൽ ഡിസപ്പോയിൻ്റ് ആവേണ്ട കാര്യമേ ഇല്ല. അത് അങ്ങനെ തന്നെ നടക്കണം കേട്ടോ മോനെ, അത് വിഷമിക്കണ്ട കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. യാസിൻ കുട്ട, ഇന്ന് മോന് ഞങ്ങൾ നൽകുന്ന മാർക്ക് ഇറ്റ് ഈസ് 97 out of 100. താങ്ക് യു സാർ. ഓക്കെ, ആദ്യ ഒരു ലോഹിയേട്ടൻ പൂക്കുറ്റി. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. Thank you. കുറുമ്പുകൂട്ടിലെ കുഞ്ഞു മിടുക്കി എത്തുന്നു നമ്മുടെ ഭദ്രക്കുട്ടി. വെൽക്കം ഭദ്ര ഓൺ സ്റ്റേജ്. ഭദ്രകുഞ്ഞ് ചേച്ചക്കയാ വിശേഷം. ഭദ്രകുഞ്ഞ് രക്ഷിച്ച് നോക്കുന്നു രണ്ടുണ്ടക്കണ്ണ്. ഞാനല്ല മോളെ, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അത്തല പുത്തല തവളാച്ചി അവളെ പേര് പറയാം കേട്ടോ. ചൂളാപ്പി ആ മറയം വന്ന് വിളക്കൂതി ബ്ലാം സാറ മാറ കോട്ടാപ്പി. ആ ശരത്തങ്ങളാ ഓക്കെ പറഞ്ഞോ. ചുമ്മാ ഏതാണ്ട് മാക്രിയെ പറ്റി എന്തോ ഒരു രോഗം പറഞ്ഞിട്ട് ഞാനാണെന്ന് പറഞ്ഞു. അതിക്രമമാണ് മോളെ, അതിക്രമം. ഭദ്രകുട്ടി, എന്തോ എന്തുണ്ട് വിശേഷങ്ങൾ? സുഖം സുഖം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താണ്? ഒരു കാര്യം അറിഞ്ഞൂടാ. ഇവാൻ കുട്ടനെ കുറിച്ചാണോ? പിന്നെ ഇന്ന് ഞാൻ പാടാൻ പോണ പാട്ട് ആരുടെയാന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങളുടെ മുമ്പിൽ പേപ്പർ വന്നില്ല. ഞാനിന്ന് MG അങ്കിളും ചിത്രാമ്മയും പാടിയ പാട്ടാ പാടാൻ പോണേ. മന്ദാരച്ചിപ്പുണ്ടോ? അത് ശരി. പിന്നെ പുതിയ വിശേഷങ്ങളൊന്നും ഇല്ലേ? 2 വിശേഷമുണ്ട്. ഒന്ന് പാടിയേക്കണതിന്റെ വിശേഷം, വേറൊരു വിശേഷം. അതെന്താണ്? അതെന്താ പറയാ, അത് ഞങ്ങക്ക് കേക്കണം. ഈ ഉടുപ്പ് എന്റെ ഞഞ്ഞാഞ്ഞ് തയ്ച്ചതാ. അതാരാ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയുടെ ചേച്ചി ഓ ഓക്കെ. അടുത്ത വിശേഷം. അങ്കിളുടെ പാട്ട് പാടുന്നത് ഒന്ന് ഞഞ്ഞാഞ്ഞിന്റെ 2 വിശേഷമുള്ളൂ, വേറെ ഒന്നുമില്ല. ഓ, അതാണോ? അതാണോ? അത്രേ ഉള്ളൂ. അത് ശരി. എന്നാ പിന്നെ പാട്ടങ്ങ് തുടങ്ങാം, അതാ നല്ലത്. കൃഷ്ണ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമലേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മൗനം പാടുന്നു മൗനം പാടുന്നു. ഭദ്രക്കുട്ടി, എന്തോ എനിക്കങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം കിട്ടി. എംജങ്കിൾ എന്നോട് മിണ്ടണ്ട. അയ്യോ, അങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റുമോ? എന്താ എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി. കാരണം എനിക്ക് മോടെ കൂടെ പാടാനുള്ളൊരു ഞാൻ എംജങ്കിളിന്റെ അവസരം കിട്ടി. പാട്ട് പാടിയിട്ട് എംജങ്കിൾ അടുത്ത് വന്ന് എനിക്കൊരു ഉമ്മ പോലും തന്നില്ലല്ലോ. അതാ ഒന്ന് എന്റെ ചിത്തിരത്താമര കൊമ്പി നിന്റെ അച്ചടാ. കുറുമ്പെനിക്കിഷ്ടം ആഹാ. കളിക്കൊഞ്ചലേ. അണ്ണാ, ഇതോ അണ്ണന്റെ പാട്ട് പാടിട്ട് എനിക്കൊരു ഉമ്മ വന്നില്ലല്ലോ അടുത്ത മക്കളെ ഉഗ്രായിട്ട് പാടിയിട്ടാ ചില സംഗതിയൊക്കെ. ഓ എന്റെ ദൈവമേ. ആ മക്കളെ, ഭദ്രക്കുഞ്ഞ് എന്തോ ബ്യൂട്ടിഫുൾ ഉഗ്രം പാട്ട് മോളെ അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു. അതില് ആ ചരണത്തിലുള്ള സംഗതിയൊക്കെ എങ്ങനെ അതെ. പഠിച്ചു? ആരാ പഠിപ്പിച്ചാ നമുക്ക്? അതല്ലേ ആ, ഓ. കൈകൊണ്ട് അത് കൈകൊണ്ട് എന്റെ അച്ഛൻ നോട്ട് പഠിപ്പിച്ചെന്ന്. എന്റെ അച്ഛൻ പ്രൊഫഷണൽ സിംഗറാ. ശരി പ്രശസ്ത നടി പോലെ പ്രൊഫഷണൽ സിംഗറാണ്. സിംഗറാ അച്ഛൻ പ്രൊഫഷണൽ സിംഗറായിട്ട് പ്രൊഫഷണൽ പ്രൊഫഷണൽ ഓ, അത് ശരി. മക്കളെ എന്താ? അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. ലവ് യു. ഉമ്മ. ഭദ്രക്കുഞ്ഞേ എന്തോ അസലായിട്ട് പാടിയല്ലോ. താങ്ക് യു. ഉഗ്രനായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് ആ യു. സംഗതികളൊക്കെ പാടുന്ന കേൾക്കാൻ. താങ്ക് യു. ഈ ഉടുപ്പും നല്ല രസമുണ്ട് കാണാൻ. കാണാൻ എന്തൊരു ക്യൂട്ടാണെന്ന്. ഇന്നൊരു പ്രത്യേക സൗന്ദര്യം. അതെന്താ? ഒന്നുമില്ല. ഇന്ന് കുളിച്ചല്ലേ മക്കള്? ഇന്ന് കുളിച്ചോ? ഇത്തരം ചോദ്യങ്ങൾ ആ, ശരി, ശരി. വേണ്ട മക്കളെ. ഇന്ന് കുളിച്ചില്ല അതല്ലേ ആ ചിരിയുടെ അർത്ഥം? ആ, എനിക്ക് മനസ്സിലായി. കുളിച്ചാർന്നു. ഓ ആ അപ്പൊ കുളിച്ചായിരുന്നു. അന്നാ വെറുതെ അല്ല, അതാണ് ഇന്ന് സൗന്ദര്യം വന്നേക്കണേ അല്ലേ? ആ കൊള്ളാം. അതുകൊണ്ട് തന്നെയാ. ആണല്ലേ? അതുകൊണ്ട് തന്നെയാണല്ലേ? അതെ. ആ ഭദ്രക്കുട്ടി, എന്തോ എന്ത് രസമായിട്ടാ മക്കള് പാടിയത്. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. അയ്യോ, ആ സംഗതിയൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്തു. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടായി. താങ്ക് യു. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ഭദ്രപ്പുക്കുറ്റി. താങ്ക് യു. നിലയിലുള്ള പൂക്കുറ്റി. ടാറ്റാ. ടാറ്റാ. സ്വര സൗകുമാര്യത്തിന്റെ ഭാവ സൗന്ദര്യവുമായി നമ്മുടെ സനിക കുട്ടി എത്തുന്നു. വെൽക്കം സനിക ഓൺ സ്റ്റേജ്. സൂപ്പർ മോളെ, അസാധ്യമായിട്ടുണ്ട് കേട്ടോ. Thank you. അടിപൊളി വേഷം. ആലക്കി. താങ്ക് യു. മക്കളെ, ഇതിന്റെ ഡിസൈനർ ആരാണ്? ഇത് എവിടുന്ന് മേടിച്ച റെഡിമെയ്ഡ്? മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അതാ എനിക്ക് തോന്നി. കാരണം വെച്ചാ റാ ഇല്ലേ മുമ്പിലുള്ള റാ ടൈപ്പ് അപ്പ് ആൻഡ് ഡൗൺ. നല്ല രസമുണ്ട് ഇവിടെ കേട്ടോ. നന്നായിട്ടുണ്ട് മോളെ. you. ഇതൊക്കെ ഇന്ന് full പറയാട്ടെ. പ്രശംസകൾ അതെ, അറിയാം. ഇന്ന് എല്ലാരെയും പുകഴ്ത്തും. മീനൂട്ടി, ഭഗവാന് വരെ ദൈവങ്ങൾക്ക് വരെ പ്രശംസയാ ഇഷ്ടം. ദേവിയെ കണ്ടാൽ അങ്ങനെ ഇരിക്കും നമ്മള് ഭംഗി. നമ്മള് പണ്ട് പ്രശംസിക്കല്ലേ? രാജാക്കന്മാരെ പൊക്കിപ്പാടിയാണ് അവര് സ്വർണം നാണയമൊക്കെ മേടിച്ചിട്ടുള്ളത്. അത് ഞാൻ കേട്ടു. അല്ല രാജാവേ, നീ ചെയ്യുന്നത് അത്ര ശരിയല്ല എന്ന് പറഞ്ഞ പാട്ടിയായിരിക്കും ധരിച്ചത്. പ്രശംസ നല്ലതാണ് സത്യസന്ധമാണെങ്കിൽ. അതെ, സത്യസന്ധമായിട്ട് അതെ. നമ്മളിങ്ങനെ പറയാനായിട്ട് പറയാതെ. കള്ളത്തരം അല്ലാണ്ട് പ്രശംസിക്കുക, അതേ ഉള്ളൂ. ഷണ്ണാച്ചി, വേറൊരു കാര്യമുണ്ട്. ചില വ്യക്തികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, മലയാള സിനിമയിൽ നമ്മുടെ സംഗീത വിഭാഗത്തിലായാലും അഭിനയത്തിലായാലും അവർക്കിങ്ങനെ അടുത്ത ആരെങ്കിലും ഇരുന്ന് ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കാര്യമാണ്. അതൊരു സുഖമാണ്. രണ്ട് മൂന്ന് വലിയ പേരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് ഞാൻ രണ്ട് മൂന്ന് പറയുന്നത്. പേര് അണ്ണാച്ചിക്ക് മനസ്സിലായി, എനിക്കറിയാം, എനിക്ക് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മനസ്സിലാവണ്ട പിന്നെ. മനസ്സിലായില്ല. എനിക്ക് വേണ്ട. പറഞ്ഞതാ ഞാൻ. അപ്പൊ മോളെ, ഏത് പാട്ടാ പാടുന്നത്? നീ ജനുവരിയിൽ വിരിയുമോ? ക്ലങ് 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 ക്ലങ്. ഇതല്ലേ? യെസ്. നല്ല പാട്ടാ മോളെ, സൂപ്പർ പാട്ടാണ്. അപ്പൊ മക്കളെ നല്ല ഉഗ്രായിട്ട് പാടുക ഓക്കെ. കേട്ടോ. All the best. All the best. താങ്ക് യു. All the best, താങ്ക് യു. All the best. താങ്ക് യു.
വെരി ഗുഡ് വെരി ഗുഡ്. വെരി ഗുഡ് മോളെ. കലക്കി. കോറസ്. സനിക, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. Thank കാരണം ഈ you. പാട്ടെന്ന് പറയുന്നത് എന്നെ എന്തോ ഒരു നല്ല മൂഡാണ് ഈ പാട്ട്. കാരണം എം ജയചന്ദ്രനിലെ അതിമനോഹരമായിട്ട് എന്നെ ഓർക്കസ്ട്രേഷൻ അസാധ്യമായിട്ടുണ്ട്. എസ്പെഷ്യലി സിമ്പിളായിട്ട് വന്നിട്ട് ലാസ്റ്റ് BGM വന്നപ്പോഴത്തേക്ക് നല്ല എന്താ സ്ട്രിങ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങൾ അസലായിട്ട് വായിച്ചത്. സൂപ്പറായിരുന്നു. മോള് പാടിയത് നന്നായിരുന്നു. ഡൈനാമിക്സ് ഒക്കെ വളരെ നന്നായിരുന്നു. വളരെ താങ്ക് യു നന്നായിരുന്നു. സാർ. പിന്നെ തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് ടേബിൾ ഉണ്ടായിരുന്നു. അത് പോകെ പോകെ ശരിയായി. നീ എന്നുള്ള പോർഷൻ അത് കൃത്യമായിട്ട് വന്നിരുന്നത് നന്നായിരുന്നു. ഒന്നൊന്ന് പഠിക്കുന്നു. ഇതുപോലെ വന്നാൽ നല്ല സുഖം ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നപ്പോൾ അതൊക്കെ വന്നു. പക്ഷെ തുടക്കത്തിൽ ആ ഒരു നീ അങ്ങനത്തെ ഒരു ഇത് വന്നില്ല. പിന്നെ ഈ ചിറകുകൾ തേടും അതെന്താണ് എനിക്ക് ഒന്ന് പാടാം ആ 2 വരി. ആഹാ നന്നായിരിക്കും. ഇപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട്. അടുത്ത എന്താണ് അതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു അക്ഷരത്തിന്. ഫുള്ളി ശ്രുതി ഇങ്ങനെ പാക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഒരു ഇഞ്ച് മാറി കഴിഞ്ഞാൽ നമുക്കറിയാം. അസാധ്യമായിട്ട് പാടിയാലും നമ്മൾ ഇവിടെ ഇരുന്നുണ്ട് ആഹാ എന്നൊക്കെ പറയുന്നു കുറേ പോർഷൻസ്. അപ്പൊ അതും കൂടെ ഒന്ന് പാടിക്ക്. മറയുമോ അതൊക്കെ അസൽ. ഞാൻ പറഞ്ഞല്ലോ മോള് ഇതുവരെ പാടിയിൽ വെച്ചിട്ട് നല്ല ഡൈനാമിക്സ് ഒരുപാട് കൊണ്ടുവന്ന ഒരു പാട്ടാണ്. ഇങ്ങനത്തെ കുറച്ച് ഇപ്പം വെറുതെ തുടക്കം പിന്നെ അകലെ ആ സെയിം പോർഷൻ തന്നെ അവിടെ ഒന്ന് ചേർന്നാൽ അവൾ കറക്റ്റായിട്ട് പാടുന്നുണ്ട്. കുറേ ഭാഗങ്ങൾ അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. അസലായിട്ട് പാടിയിട്ടുണ്ട് പാട്ട്. പക്ഷേ നമ്മളിത് ക്വാർട്ടർ ഫൈനൽ അല്ലേ, അപ്പം ഇങ്ങനെ അരിച്ച് പിറക്കുകൊണ്ട് അരിമണി നുള്ളി പിറക്കുകയാണ്. നന്നായിരുന്നു മോളെ. നല്ല താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. മോളെ സനിക, എന്തോ ബ്യൂട്ടിഫുൾ സോങ്. അതുപോലെ മോൾ അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ആകെ പറയാനുള്ളത് ആ ക്രോമാറ്റിക് പാടുമ്പോൾ കണക്റ്റ് പാടുമ്പോൾ അതിന് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവാം ആ നോട്ട്സ്, ആ ഒരു ക്ലാരിറ്റി. എങ്കിലേ ക്രോമാറ്റിക് നോട്ട്സിന് ഒരു ഗുണമുള്ളൂ. അത് ചേരായിരുന്ന ഹൊറിബിളാണ് കേൾക്കാൻ. ഹൊറിബിൾ അല്ലായിരുന്നു ഞാൻ പറയാണ് കേട്ടോ. അത് മോള് മാത്രം അത് മാത്രമാണ് ഇപ്പോൾ MG അങ്കിൾ പാടിച്ചില്ല. അതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ചരണത്തിൽ അകലെ നിലാവിൻ അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. സൂപ്പർ, ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ, അത് അസാധ്യം. അപ്പം മൊത്തത്തിൽ ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടെ ഫൈൻ ട്യൂൺ ചെയ്താൽ ഇനി നിങ്ങളിങ്ങനെ തെറ്റ് പാടരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ കുറച്ച് വെള്ളം കുടിക്കും, എന്നാലും ഞങ്ങൾ കുടിച്ചോട്ടെ. നിങ്ങൾ അസാധ്യമായിട്ട് പാടുക, അതേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. മോളെന്തൊക്കെ നന്നായിട്ട് പാടിയതാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സനിക കുട്ടി എന്തോ സൂപ്പറായിട്ട് പാടി. താങ്ക് യു. വളരെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ പാട്ട്. കൂടുതലായിട്ട് കംപ്രസ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിച്ചുള്ളൂ. പിന്നെ നല്ല ഡൈനാമിക്സ് ഉണ്ടായിരുന്നു പാടിയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ഭാഗങ്ങളും ഉണ്ടായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും ഈ പറഞ്ഞ കാര്യങ്ങളാണ് തോന്നിയിട്ടുള്ളത്. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ അലിവിൻ തെരയുടെ ആ നുരകളും കുറച്ചൊന്ന് പിച്ച് പ്രോബ്ലം തോന്നി. വെറുതെ കുറച്ചും കൂടി ഓഡിബിൾ ആയിരുന്നു ചരണത്തിലുള്ളത്. ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ് സനിക. താങ്ക് യു. സനിക, എന്തോ സനികയ്ക്ക് ഈ ഫ്ലോറിലൊരു വലിയ ഫാൻ ഉണ്ട്. ആരാന്നറിയാമോ? ഞാനാ. ഞാനാ. കാരണം കാരണമൊന്നുമില്ല. നല്ല ശബ്ദമാണോന്ന് ചോദിച്ചാൽ അല്ല. നല്ല ഭാവമുണ്ടോ പാടുമ്പോൾ അതുമില്ല. ഉണ്ട്. നല്ല ഡൈനാമിക്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് കുറെ ഉണ്ട്. ക്ലാരിറ്റി ഓഫ് വേർഡ്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല. കുറെ ഉണ്ട്. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അല്ല, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സനികയുടെ ആ ശബ്ദം നല്ല ടോൺ ആയതുകൊണ്ട്, നല്ല പവർഫുൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടാറുണ്ട്. കുറേ പേരുടെ നമ്മളെ പാട്ട് കേൾക്കുകയല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ എല്ലാ രീതിയിലുള്ള സ്റ്റൈൽ ഓഫ് മ്യൂസിക്കും കുട്ടിക്ക് പാടാൻ പറ്റും. അത് ഞാൻ എഴുതി തരാം. പറ്റണം. അതെ, അത് ഞങ്ങളുടെ ആഗ്രഹം. എന്നിപ്പോ മോള് ഇവിടെ പാടിയപ്പോഴത്തേക്കും ഞാൻ ടോപ്പ് ബാൻഡിന്റെ ആ ഒരു ഇടപെടലും കൂടെ ആയപ്പോഴത്തേക്കും ഞാനൊരു റോജാ പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ ഒരു കുതിരവണ്ടിയിൽ കുതിരവണ്ടി? ട്രാവൽ പൂന്തോട്ടത്തിൽ ചേട്ടാ ഉണ്ട്.
എന്റെ ദൈവമേ, അങ്ങനുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നിട്ടേ ഉള്ളൂ. പിന്നെ ചേട്ടാ മനിലയില് ഞങ്ങൾ പോയപ്പോ ഫിലിപ്പൈൻസിൽ മനിലയില് അങ്ങനെ ഞാൻ പോയി. എന്തിനാ അവിടെ പോയത്? അവിടെ ഞാനും കൃഷ്ണനും കൂടെ അവിടെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ട്രിപ്പായിരുന്നു അത് മനിലയില്. ഓ, പഴംപൊരി കേരളത്തിൽ തിന്നു കഴിഞ്ഞ പിന്നെ ഇത്രയും ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഓഫ് പഴംപൊരി ഞാൻ ആദ്യമായിട്ട് കഴിക്കും. അതെ, ഫുൾ തേങ്ങ എണ്ണ വെച്ചിട്ടുള്ള കാര്യമാണ് അവിടെ. അപ്പൊ ഞാൻ അവിടെ കുതിരവണ്ടിയിൽ തൊപ്പിയൊക്കെ വെച്ച് പോയിരുന്നു. ഇങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഹോട്ടലുകളിൽ ഞങ്ങൾക്ക് ഡിഫറെന്റ് എപ്പോഴും ഹോട്ടലിൽ ഓരോരോ ഹോട്ടലാണ് അവിടെ കൊണ്ടുപോകും. അപ്പൊ കൂടെ ഗൈഡ് ഉണ്ടാവും. അപ്പോൾ ഹോട്ടലിലെ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ വന്ന് വിളിക്കില്ല, അത് തെറ്റാ. ആണുങ്ങളാണ് പെണ്ണുങ്ങളെ വന്ന് ഡാൻസ് കളിക്കാനായിട്ട് വിളിക്കും. സ്റ്റേജിൽ ഡാൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ പോയി അവിടെ ഡാൻസ് അവരുടെ കൂടെ കളിച്ച്. ചുമ്മാതല്ല ബിന്നിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടത്. കൃഷ്ണനെ പെണ്ണുങ്ങളും വിളിച്ചോണ്ട് അവരങ്ങനെയാണ്. അത് കൃഷ്ണൻ ഇഷ്ടമാവണ്ടേ? കൃഷ്ണനെ ഒരു 10-12 പെണ്ണുങ്ങൾ. അപ്പൊ കൃഷ്ണൻ ഞാൻ പോവില്ല ഞാൻ പോ കൃഷ്ണ എന്ന് പറഞ്ഞ ഉന്തി വിട്ടു. അവിടെ ചെന്നിട്ട് കുറച്ച് കഴിയുമ്പോ കൃഷ്ണൻ സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് തുണി ഊരാൻ പറയുന്നു, ഷർട്ട് ഊരാൻ പറയുന്നു. അയ്യോ ഞാനില്ല, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഊരില്ലെന്ന് പറയാ. എന്നിട്ട് അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നു. അവര് സ്റ്റേജിൽ കൃഷ്ണനെ പിടിച്ചോണ്ട് വന്നിട്ട് അവര് കൃഷ്ണന്റെ മേത്തൊക്കെ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇളക്കാൻ പറ്റണില്ല. അപ്പൊ അവരിങ്ങനെ കൃഷ്ണന്റെ ഇവിടെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇളക്കി. ഞാൻ ഇനി മാനിലോട്ടില്ല, മാനിലാന്ന് കേട്ടാലേ ഞാനില്ല. പറയുന്നത് കൃഷ്ണന് വല്ലാത്ത ഇളക്കമാന്ന്. ആലോചിച്ച് നോക്കിയാ കൃഷ്ണനെ എനിക്കറിയാലോ കുറെ വർഷങ്ങളായിട്ട്. കൃഷ്ണൻ ഇങ്ങനെയൊക്കെ പോകുന്നതും പിന്നെ കൃഷ്ണന്റെ ജോളിയാളാ, നല്ല മനുഷ്യന്. ശരി, അപ്പൊ കുട്ടിയുടെ കാര്യം. താങ്ക് യു. So we are giving you 99 out of 100. താങ്ക് യു സർ. ആദ്യൊരു റോസ് പൂക്കുറ്റി. താങ്ക് യു. കിഴക്കുമല കമ്മലിട്ട തങ്കത്താളം, കളിക്കളം പൊള്ളിത്തടം, ഉറക്കയൊരു മംഗളത്തിൻ തകിൽ താളം. മുഴക്കിടാം പെരുക്കിടാം ഉറക്കമൊഴിഞ്ഞമ്പിളി നിനക്കോ, മനസ്സിനൊരു കുങ്കുമ ചുവപ്പോ. ഉറക്കമൊഴിഞ്ഞമ്പിളി നിനക്കോ, മനസ്സിനൊരു കുങ്കുമ ചുവപ്പോ. തുടുത്തു വരുമാവണി തെല്ലിന തക്കിടക്ക തക്കത്താം, ജക്കിടക്ക തക്കത്താം, തക്കുമുക്ക് ടക്ക് മേളം. കിഴക്കുമല കമ്മലിട്ട തങ്കത്താളം, കളിക്കളം പൊള്ളിത്തടം, ഉറക്കയൊരു മംഗളത്തിൻ തകിൽ താളം. മുഴക്കിടാം പെരുക്കിടാം. കാട്ടേ നീ കുറുമ്പിലിനി കൂടാ. മുറിച്ച തളിരിൻ തൂഷനിലയിൽ വയറു നിറയെ ചോറു തരാ. കുളിരൊരു കൂടം വന്നൊഴുകുമൊരിടം, കണ്ടുണരുമൊരു ഇരിനെ തക്കിടക്ക തക്കത്താം, ജക്കിടക്ക തക്കത്താം, തക്കുമുക്ക് ടക്ക് മേളം. കിഴക്കുമല കമ്മലിട്ട തങ്കത്താളം, കളിക്കളം പൊള്ളിത്തടം, ഉറക്കയൊരു മംഗളത്തിൻ തകിൽ താളം. മുഴക്കിടാം പെരുക്കിടാം.
വിശന്നു വരും അണ്ണാനേ വിളഞ്ഞ കനിയുണ്ണാൻ വാ വിരിഞ്ഞ കുറുവാൽ വീശി വിരുന്നു കണി കാണാൻ വാ സുവർണ വിരലിൻ നൂലുവരകൾ അണിയും അഴകേ ചൊല്ലുക നീ തിങ്ങുമുണരും പഴയ കഥയോ പാടുക നീ കളകളരവം ചൊല്ലരുളിയ ദിനം കണ്ണെഴുതിയ കനവിനെ തക്കിടക്ക തക്കത്താം ചക്കിടക്ക തക്കത്താം തക്കുമുക്ക് തക്കുമേളം കിഴക്കുമല്ല കമ്മലിട്ട തങ്കത്താളം കളിക്കളം ഒളിത്തടം ഉറക്കയൊരു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം ഉറക്കമൊഴിഞ്ഞമ്പിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുവപ്പോ ഉറക്കമൊഴിഞ്ഞമ്പിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുവപ്പോ തുടുത്തു വരുമാവണി തെല്ലിന തക്കിടക്ക തക്കത്താം ജക്കിടക്ക തക്കത്താം തക്കുമുക്ക് തക്കുമേളം കിഴക്കുമല്ല കമ്മലിട്ട തങ്കത്താളം കളിക്കളം ഒളിത്തടം ഉറക്കയൊരു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു കിടിലൻ എപ്പിസോഡ് അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. നമ്മുടെ ക്വാർട്ടർ ഫൈനൽസ് ആയതുകൊണ്ട് വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജഡ്ജസിനും നമുക്കും കാണുന്നവർക്കും ഒക്കെ ഭയങ്കര പേടിയായി തുടങ്ങി ഇച്ചിരി. പക്ഷെ എന്തായാലും നമ്മുടെ ഫൈനൽസ്, നമ്മുടെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ ഈ 15-ാം തീയതി നമ്മൾ എല്ലാവരും കാണാൻ പോവാണ്. എന്തായാലും ഇന്നത്തെ ഒരു കിടിലം എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ. അടുത്ത ദിവസം അതിമനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ട് നമ്മൾ കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.